വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ദ ബൈക്ക് റൈഡേഴ്സ്. ആൻഡ് ഈ സിനിമയുടെ റിലീസ് കേരളത്തിൽ വളരെ ലിമിറ്റഡ് സ്ക്രീൻസിലേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഈ സിനിമ കുറച്ച് നാളായി എൻ്റെ വാച്ച് ലിസ്റ്റ് കിടക്കാൻ തുടങ്ങിയിട്ട്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിട്ടാണ് ഫീൽ ചെയ്തത്. 1960 കാലഘട്ടങ്ങളിൽ അമേരിക്കയിൽ ഉണ്ടായിരുന്ന വാൻഡാൻ എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിൾ ക്ലബിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സിനിമയുടെ സ്റ്റോറി. ശരിക്കും ഇതേ പേരിലുള്ള ഒരു ഫോട്ടോ ബുക്കിന്റെ മൂവി അഡാപ്റ്റേഷൻ ആണിത്. ആൻഡ് അതിലുള്ളത് ദ ഔട്ട്ലോസ് എന്ന് പറയുന്ന ഒരു ബൈക്ക് റൈഡേഴ്സ് ക്ലബ് ആയിരുന്നു, അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ ക്ലബ് ആയിരുന്നു. സിനിമയിലേക്ക് വന്നപ്പോൾ അവരുടെ പേര് ജസ്റ്റ് ചേഞ്ച് ചെയ്തെന്ന് മാത്രം. ആൻഡ് ഈ സിനിമയിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മോട്ടോർ സൈക്കിൾ ക്ലബിലുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്, ഒരു ഇന്റർവ്യൂ രൂപത്തിലാണ് സിനിമയുടെ പാസ്റ്റും അല്ലെങ്കിൽ പ്രസന്റും ആയിട്ടുള്ള കാര്യങ്ങൾ മിക്സ് ചെയ്തുകൊണ്ട് പോകുന്നത്. ആൻഡ് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീൽ തന്നെയായിരുന്നു എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ സാധാരണ ഈ പടത്തിന്റെ പേര് കേൾക്കുമ്പോൾ വിചാരിക്കും ഒരുപാട് ബൈക്ക് റേസിംഗ് ചാമ്പ്യൻഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും. പക്ഷെ അതായിരുന്നില്ല. ഇവരുടെ ആ ഒരു ക്ലബിന്റെ റൂൾസ് എന്താണ്, അതിലുള്ള ഓരോ ക്യാരക്ടേഴ്സിന്റെ ലൈഫ് ഒക്കെ അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടാണ് സിനിമ പോകുന്നത്. ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് പടത്തിൽ ഓഫർ ചെയ്യാനുണ്ടായിരുന്നു. അതിന് പ്രത്യേകിച്ച് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ജോണി എന്ന് പറയുന്ന ടോം ഹാർഡിയുടെ ഒരു ക്യാരക്ടർ ആയിരുന്നു. ആൾക്ക് വലിയ നെടുനീളം ഡയലോഗ്സും അധികം ഒന്നുമില്ല, പക്ഷെ കിട്ടിയ ഡയലോഗ്സും അല്ലെങ്കിൽ ആ സീനുകളൊക്കെ ആൾ പൊളിച്ചിട്ടുണ്ട്. പടത്തിലെ ഒരു പെർട്ടിക്കുലർ സീനിൽ ഒരു മാസ് കാണിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു, അത് അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് ഇവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില റൂൾസ് അല്ലെങ്കിൽ ഈ ക്ലബിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ഒക്കെ വളരെ രസമായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓസ്റ്റിൻ ബട്ട്ലറിന്റെ ക്യാരക്ടറും ഒക്കെ എല്ലാവരും നല്ല നല്ല കിടിലനായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എന്റെ ആ ഒരു കാലഘട്ടത്തിന് അത്രത്തോളം എടുത്തു കാണിക്കാനായിട്ട് പറ്റി. പ്രത്യേകിച്ച് ഒരു ബൈക്ക് റൈഡിങ് ഒരു ഇമോഷൻ ആയിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാർ, കാരണം അവരുടെ ലൈഫ് എന്താണ്, ഇതൊക്കെയാണ് അവരുടെ ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സിനിമയുടെ സ്റ്റോറി പോകുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇപ്പൊ നിങ്ങൾക്ക് ബൈക്ക് റൈഡിങ് ഒക്കെ വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പടം ഇപ്പോൾ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടമായാലും ശരി, മൊത്തത്തിലുള്ള ആ ഒരു ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് കൊണ്ടും ആ സിനിമയുടെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും ശരി, കാരണം ഒരാളെയും പ്രോപ്പർ ഫുള്ളി ഫോക്കസ് ചെയ്തിട്ടുള്ള സിനിമ പോകുന്നത്. പല ക്യാരക്ടേഴ്സിലൂടെയും അവരുടെ ലൈഫ് എന്തായിരുന്നു, ഈ ക്ലബ്ബ് അവർക്ക് എന്തായിരുന്നു എന്നുള്ളതാണ് സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്ലോട്ട്. അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട്. ആൻഡ് മൊത്തത്തിലുള്ള എല്ലാ ടെക്നിക്കൽ സൈഡും നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്കൗട്ട് ആയി. സിനിമ കാണേണ്ടവർ ആമസോൺ പ്രൈമിൽ കാണുക. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ബൈക്ക് റൈഡിങ് വളരെയധികം, അല്ലെങ്കിൽ റൈഡിങ് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, ഒരു പാഷൻ ആണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് ദ ബൈക്ക് റൈഡേഴ്സ്. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ എന്തായാലും കാണാം.